ഈ അബ്ദുൾ റഹീമിന്റെ അപ്ഡേറ്റ് എന്താണ്? അദ്ദേഹം എന്നും നാട്ടിലെത്തും? ഇപ്പോ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ മാസം എത്തുന്നത്. ലോകത്ത് ആദ്യമായിട്ടാണ് 34 കോടി പിരിച്ചൊരു സഹോദരനെ നാട്ടുകാർ രക്ഷിക്കുന്നത്. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം, അഭിമാനം മലയാളികളെ കുറിച്ചുണ്ട്. ഒരു സായിപ്പ് വിളിച്ച് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു. അബ്ദുൾ റഹീമിനായുള്ള 34 കോടി രൂപയും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. സെയിൽസും മാർക്കറ്റിംഗ് അറിയുന്ന ഒരു പുലിക്കുട്ടിയാണ്. ബോച്ചയ്ക്ക് എത്ര കാറുകളുണ്ട്? ടൊയോട്ടയുടെ ലെക്സസ്, റോൾസ് റോയ്സ്, ജീപ്പില്ലേ നമ്മുടെ താറ്, ഡിഫൻഡർ, ഹൈലക്സ്, റേഞ്ച് റോവർ സ്പോർട്ട്. അപ്പോൾ ബൈബിളിൽ പറയുന്നത് ഒരു മുഖത്തടിച്ചാൽ മറ്റു മുഖം കാണിച്ചു കൊടുക്കാനാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഉമ്മ വെക്കണോ എന്ത് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ലേ ബൈബിളിൽ. എനിക്ക് എപ്പോഴും കാലോണ്ട പോയിട്ട് ഒരു റൗണ്ട് കിക്ക് അടിച്ചു. കഷ്ടകാലത്തിന് ഇത് ഇവിടെ കൊണ്ടേ സ്പൈനൽ. ഇപ്പൊ തന്നെ അയാള് വീണു. പിന്നെ ബെഡ് റിഡൻ ആയി ഒരുപാട് വർഷങ്ങൾ കിടന്നു. സ്പേസിലേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. എല്ലാവരും പോകാൻ തയ്യാറെടുത്ത് തുടങ്ങി. കുറച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെന്ന് കേൾക്കണം. 5 മണി 6 മണിയായി. അപ്പൊ ഇനി പോസിറ്റി വർക്ക് ആവില്ല. സൂര്യ അസ്തമിക്കുമ്പോ നമ്മുടെ പാനീയത്തിന്റെ കളറ് മാറും. അങ്ങനെയൊക്കെയാണ്. ഈ വ്യക്തി ഒരുപാട് ക്രിമിനൽ കേസുകളിലും തട്ടിപ്പിലും പെട്ട വ്യക്തിയാണ്. അയാൾക്കെതിരെയുള്ള FIR-ഉം ഡീറ്റെയിൽസും ഒക്കെ എടുത്തു തരാമെന്ന് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. ഇത് കൊട്ടേഷനാണോ, എത്ര ലക്ഷത്തിന്റെ കൊട്ടേഷനാണ്, എന്താണെന്നുള്ളതൊക്കെ വരും വഴിക്ക് വരാം. India's #1 language academy, Needus Academy. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. ബോബി ചെമ്മണ്ണൂർ, വെൽക്കം ടു ദ ഷോ. എന്താ ചേട്ടാ സംഭവിക്കുന്നത്? ഒരു സൈഡിൽ ചേട്ടൻ കുറെ ചാരിറ്റി ചെയ്യാണെന്ന് പറയുന്നു, മറ്റേ സൈഡിൽ വിവാദങ്ങൾ. സത്യത്തിൽ എന്താ ഇവിടെ നടക്കുന്നത്? എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയി തുടങ്ങി. ഒരാള് സ്ഥിരം ഞാൻ തട്ടിപ്പുകാരനും ബോച്ചെ ചെമ്മണ്ണൂർ വ്യാജനം എന്നുള്ളതാണ് ഇപ്പത്തെ പ്രധാന ടാഗ്ലൈൻ തന്നെ. അപ്പൊ അതിനെന്ത് പറയും നമ്മൾ? അതിപ്പോ നമ്മള് ഉരച്ചു നോക്കേണ്ടി വരും. കാരണം ഈ സ്വർണ്ണമൊക്കെ ആണെങ്കിൽ ഒരു കല്ലെടുത്ത് ഇങ്ങനെ ഉരച്ചു നോക്കും. അപ്പൊ 22 ക്യാരറ്റ് ആണോ 24 ക്യാരറ്റ് ആണോ എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നോക്കുക. അതുകൊണ്ട് ഇതിപ്പോ എങ്ങനെ ഉരച്ചു നോക്കുക, എവിടെ ഇട്ട് ഉരയ്ക്കും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്നാലും സംശയമുള്ളവർക്ക് നമുക്കൊരു അഡ്രസ് ഒക്കെ കൊടുത്തിട്ട് ക്ഷണിക്കാം. നമുക്ക് ഞാനിപ്പോ അങ്ങനെയാണ് ചെയ്യുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ ആസ്തി എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിപ്പെടുത്താൻ തയ്യാറാണോ? കുഴപ്പമില്ല, ജീവിച്ചു പോവാവുന്ന ചുറ്റുപാടുകളൊക്കെ ഉണ്ട്. എനിക്കും എന്റെ ഒരു 10 തലമുറയ്ക്കും ജീവിച്ചു പോകാനുള്ള അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതെന്തിനാ ഐ എം നോട്ട് ബോധേഡ്. ഞാൻ എന്റെ മകളോട് പറഞ്ഞത്, നിനക്ക് വേണമെങ്കിൽ പണിയെടുക്കണം എന്റെ കൂടെ. പണിയെടുത്ത് നിനക്ക് ജീവിക്കാം, ബിസിനസ് ചെയ്യാം, ബിസിനസിന്റെ ഒരു ഭാഗമാകാം. അല്ല വെറുതെ ഇരിക്കണമെങ്കിൽ വെറുതെ ഇരിക്കാം, ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല. പുള്ളിക്കാരത്തേക്ക് സ്വർണം വേണ്ട, കാശ് വേണ്ട, കാറ് വേണ്ട. ഇന്ന് വരെ എനിക്കൊരു കാറ് വേണം അപ്പ, എനിക്കൊരു സ്വർണ്ണനേക്കാൾ ഒരു സാധനവും ആവശ്യമില്ല. അപ്പൊ ഞാൻ ജീവിക്കാൻ 1 ലക്ഷം രൂപ ഒരു മാസം കൊടുക്കും. അതുകൊണ്ട് അവര് ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് തന്നെ ആൾക്ക് ധാരാളമാണ്. ആൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ കൊടുക്കും, ആള് ചോദിക്കില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുക. കാരണം നമ്മൾ വെറുതെ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം രൂപ മാസം കൊടുത്ത് ജീവിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് കാര്യമില്ല. അവര് വർക്ക് ചെയ്തിട്ട് വേണം ജീവിക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അല്ലാതെ എനിക്ക് ഉണ്ടാക്കി വെച്ച് തലമുറകളായിട്ട് ഞാൻ എൻ്റെ കുടുംബം മാത്രം ഇനി എനിക്ക് ശേഷം പ്രളയം എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഓൾ ഫ്രീഡം. ബോച്ചയ്ക്ക് എത്ര കാറുകളുണ്ട്? ടൊയോട്ടയുടെ ലെക്സസ്, റോൾസ് റോയ്സ്, സ്പോർട്സ് കാർ. സ്പോർട്സ് കാർ അത് ഇന്ത്യൻ സ്പോർട്സ് കാർ അവാന്തി. പിന്നെ ഫോർഡ്, ജീപ്പില്ലേ നമ്മുടെ താറ്, പിന്നെ ഡിഫൻഡർ, പിന്നെ ഒരു പിക്കപ്പ് പോലത്തെ വണ്ടിയില്ലേ, ഇസൂസ് അല്ല വേറെന്താ അതിന്റെ പേര്, ഹൈലക്സ് പിക്കപ്പ് ബാക്ക്. അത് ഞാൻ അധികം ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വണ്ടി, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെയൊക്കെയാണ് 5-6 വണ്ടികൾ ഉള്ളത്. ഈ വണ്ടികളെല്ലാം ഓടിക്കാൻ ഇഷ്ടമുള്ള ആളാണോ? ഞാൻ വണ്ടി ഓടിക്കാം. എന്റെ ഡ്രൈവർക്ക് പണിയൊന്നും ഇല്ല കാര്യമായിട്ട്. എനിക്ക് ഡ്രൈവിംഗ് നമ്മൾ ചെയ്യണം. ഫോറിനിലൊക്കെ കണ്ടില്ലേ 60, 70, 80 വയസ്സിലും ഡ്രൈവ് ചെയ്യും. കാരണം ഇത്ര ബെസ്റ്റ് എക്സസൈസ് ഫോർ മൈൻഡ് ആൻഡ് ബോഡി. ഒരു സെക്കൻഡ് മാറിയാൽ പണി തീർന്നു. എത്ര അക്യുറസിയിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാറുണ്ടോ? ഈ ഡ്രൈവിംഗ് പോലെ എത്ര അക്യുറസി. അപ്പം നമ്മുടെ മൈൻഡിൻ്റെ അക്യുറസി, കണ്ണ്, ശരീരം, നമ്മുടെ പൾസ്, ഹാർട്ട് ബീറ്റ് എല്ലാം കൺട്രോൾ ചെയ്ത് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു 100 കിലോമീറ്റർ ഓടിക്കുക, ഭയങ്കര കഴിവ് കിട്ടും നമുക്ക്. ഇറ്റ്സ് എ ബെസ്റ്റ് എക്സസൈസ് ഇൻ ദ വേൾഡ് ഫോർ ദ ബോഡി ആൻഡ് മൈൻഡ് ആൻഡ് എല്ലാ അവയവങ്ങൾക്കും. ഈ ജ്വല്ലറി ആണ് നമ്മുടെ മെയിൻ എന്നുള്ളത് കൊണ്ടാണോ ഈ റോൾസ് റോയ്സ് വാങ്ങിച്ചപ്പോൾ ഗോൾഡൻ കളറിലങ്ങ് അടിച്ചത്? അല്ല, അതൊരു വെറൈറ്റി ആയിക്കോട്ടെ. ആരും ഇല്ലാത്തൊരു സാധനം, ടാക്സി ആർക്കും ഇല്ല ലോകത്ത്. അതുകൊണ്ടൊന്ന് ലോകത്ത് ഫേമസ് അല്ലേ, അതുകൊണ്ട് അത് അങ്ങനെയാക്കി. എപ്പോഴെങ്കിലും ഈ പുതിയ കോസ്റ്റ്യൂമിലേക്ക് മാറിയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ?
ഇല്ല, ഞാൻ എല്ലാ ഫാഷനും കഴിഞ്ഞ് തിരിച്ചു വന്ന ആളാ, അതുകൊണ്ടൊരു ഡൗട്ടില്ല. ഞാൻ ഇതൊക്കെ മടുത്ത. ഞാൻ പറഞ്ഞില്ലേ മുമ്പ്, ഏറ്റവും ലേറ്റസ്റ്റ് ഡ്രസ്സ് ഞാൻ ബാംഗ്ലൂർ പോയി വാങ്ങി ഇവിടെ ഇറക്കണ ആള് ഞാൻ. കാറ് സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ ഓരോ ലേറ്റസ്റ്റ് കാറ്, അന്ന് DJ ഡിസ്കോ അത് ഇത് എല്ലാ അടിപൊളി സംഭവം ഇറക്കുന്ന ആള് ഞാനാണ്. ഇൻട്രൊഡക്ഷൻ ഇതൊക്കെ കഴിഞ്ഞ് മടുത്തിട്ട് വന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഡൗട്ടേ ഇല്ല. ഞാൻ പല ഇനാഗുറേഷൻസ് കാണുമ്പോഴേ പാട്ട് എവിടെ ഓൺ ചെയ്യുന്നു അപ്പൊ ബോച്ചെ ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഡാൻസിനോട് വല്ലാത്ത കമ്പമുള്ള ഒരാളാണ്. അങ്ങനെയൊന്നും ഇല്ല. അത് ഈ ആൾക്കാരെ അവിടെ നിന്ന് മൂപ്പിച്ചിട്ടേ കളിക്ക് എന്ന് പറഞ്ഞ് തള്ളിയിട്ട് 2 സ്റ്റെപ്പ് വെക്കണതാ. അതുകൊണ്ട് കളിക്കാൻ വലിയ മോഹം അങ്ങനെയൊന്നും ഇല്ല. ചേട്ടന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താ? എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ? നമ്മള് പറയില്ലേ 12ാം ക്ലാസ്സും കുസ്തി എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ കോളേജ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിനെന്താന്ന് വെച്ചാലേ അതും ഭയങ്കര രസമാണ്. ചിലപ്പോ അത് റെക്കോർഡായിരിക്കും, ആർക്കെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. റെക്കോർഡ് ഒരു വീക്ക്നെസ്സാ, റെക്കോർഡായി പോണതാ. ഞാന് പ്രീ ഡിഗ്രി പഠിക്കുമ്പോ 1 മാസം ക്ലാസ്സിൽ പോവും. എനിക്ക് തോന്നുന്നു അപ്പൊ എത്ര 16 വയസ്സൊക്കെ ആയിരിക്കില്ല, 17 വയസ്സാകുന്നത്. 1 മാസം ഗൾഫിൽ ബിസിനസ് ചെയ്യും. അബുദാബിയിൽ ഒരു ചെറിയ കടയുണ്ടായിരുന്നു, ഇലക്ട്ര റോഡിൽ അമിത് സെന്ററിന്റെ ഓപ്പോസിറ്റ് ചെറിയ കട. അതില് ഞാൻ ആ സമയത്ത് പോയിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. 1 മാസം അവിടെ പോയി കച്ചവടം ചെയ്യും, പിന്നെ അവിടെ സ്റ്റാഫ് ഉണ്ട്, പോരും. പിന്നത്തെ മാസം ക്ലാസ്സിൽ പോവും വണ്ടിയൊക്കെ ഓടിച്ച്. പിന്നെ അപ്പൊ ആൾക്കാർക്ക് ഇവനെന്ത് ഗൾഫിൽ പോയി ബിസിനസ് ചെയ്യുന്നു, പിന്നെ ഇവിടെ അവിടെ കോളേജിൽ. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു അതൊക്കെ. എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, എനിക്ക് 1 അല്ല 2-3 ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൊതുവെ എല്ലാവരും അങ്ങനെ പരസ്യപ്പെടുത്താൻ ഇഷ്ടപ്പെടാറില്ലാത്തതാണ്. ചേട്ടൻ അങ്ങനെ ഒരു അവസ്ഥ വന്ന് പരസ്യപ്പെടുത്തിയതാണോ, അതോ എനിക്ക് അതൊന്നും പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല, എൻ്റെ വീട്ടിലെല്ലാം ചില്ലാണ് എന്നുള്ളതാണോ? അവസ്ഥയൊന്നുമില്ല, ഞാനത് തുറന്നു പറയുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ പറയും. കാരണം എന്താണെന്ന് വെച്ചാല് എനിക്കറിയില്ല, ഞാൻ ഈ ചെറിയ പ്രായം തൊട്ട് ഗൾഫിലും ബോംബെയിലും ഒക്കെ പോയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ഇവിടെയുള്ളൊരു വ്യത്യാസം എനിക്ക് അന്നേ തോന്നുന്നത്, നമുക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ പുറത്താണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പോകുന്നു, ചെയ്യുന്നു, ആരും നോക്കുന്നില്ല. നമുക്കതിലൊരു കുറ്റബോധമോ ഒരു കുറവോ അപകർഷതാവോ ഒന്നുമില്ല, സെയിം. ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ, പ്രത്യേകിച്ച് ആ സമയത്തൊക്കെ, ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു കാറിലും ഒരു ഗേളായിട്ട് പോയാൽ അത് വലിയ ചർച്ച, വലിയ വിഷയമാണ്. അന്നത്തെ ഹോട്ട് ഇതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്തത്ര ഇത്. അപ്പോൾ ഞാനും ഫ്രണ്ട്സും ചിലപ്പോൾ എൻ്റെ ജൂനിയേഴ്സ് കുറേ ഫാൻസിലൊക്കെ ഈവൻ ഉണ്ടാവും, ഒക്കെ കുറേ പേരൊക്കെ ഷിപ്പൊക്കെ മാറി തുടങ്ങി, ഒളിച്ചും പതുങ്ങിയൊക്കെ. ഒരു ദിവസം സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാ, 10ലാന്ന് തോന്നുന്നു, 12ലോ 10ലോ ബോച്ചെ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു പ്രൈവസി വേണം, കുറച്ച് നേരം ഒന്ന് എനിക്ക് നിങ്ങളുടെ സോഫ റൂമിലോ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റും, വെറുതെ പരിചയപ്പെട്ടിട്ട്. എൻ്റെ ഫാനാന്ന് പറഞ്ഞു, എൻ്റെ ഇതിലുണ്ടെന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയ. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, അവർക്ക് ഭയങ്കര പേടി. ഞാൻ തന്നെ നിങ്ങളെ പേടിക്കണേ, ഓക്കെ ഇരുന്നോ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെയൊക്കെ പോയിക്കോടെ, കറങ്ങിക്കോടെ. ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി എടുത്തു, അവർ ബൈക്കിലാണ്, കാർ എടുത്തു. വേണ്ട ആൾക്കാർ കാണും, വീട്ടിലറിഞ്ഞാൽ കൊല്ലും, നാട്ടുകാർ അറിഞ്ഞാൽ ഭയങ്കര ഇത്. അപ്പം ഞാൻ ഇതുപോലെ പറയാൻ തുടങ്ങി. എന്തിനാ പേടിക്കണേ, ഒരാണിനൊരു പെണ്ണൊരു നമ്മൾ കണ്ടുപിടിച്ചോന്നല്ല, കണ്ണ് മൂക്ക് ചോര ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, എല്ലാ വികാരം എല്ലാവർക്കും ഉള്ള. ഇതൊരു തെറ്റല്ലല്ലോ, ഞാൻ ഉണ്ടായത് എൻ്റെ തെറ്റല്ല, എന്നെ ഇതുപോലെയൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയത് എൻ്റെ തെറ്റല്ല, എനിക്ക് തന്ന അവയവങ്ങൾക്കൊക്കെ ഓരോ ഉപയോഗമുണ്ട്, എൻ്റെ കണ്ടുപിടുത്തമല്ല. വാട്ട്സ് റോങ് ഇൻ ദിസ്? അപ്പൊ അതൊക്കെ അങ്ങനത്തെ. അപ്പൊ ഞാൻ ഇതൊക്കെ ഇതുപോലെ പറഞ്ഞു ഇപ്പൊ കുറെ പേര് എൻ്റെ ഫാൻസൊക്കെ പറയുന്ന പിള്ളേര് ബോച്ച ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കിപ്പോ ധൈര്യമായി, ഞങ്ങൾ ഇറങ്ങി നടക്കുന്നുണ്ട്, കെട്ടിപ്പിടിച്ച് നടക്കുന്നുണ്ട്, ബൈക്കിൽ പോകുന്നുണ്ട്, റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ട്, നമുക്ക് നല്ല ധൈര്യ. മാത്രല്ല പാരൻസിനൊക്കെ ചീത്ത പറഞ്ഞിരുന്നു, ഇപ്പൊ ഞങ്ങൾ ചീത്ത പറയുന്നില്ല. എന്തേലും പറഞ്ഞ ബോച്ച പറഞ്ഞു കേട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ അപ്പൊ വീട്ടുകാരും കുറച്ച് പക്ഷെ അതൊക്കെ നമ്മുടെ ഈ വിവാഹിതരായ ആളുകളല്ലല്ലോ. അല്ല, വിവാഹിതരായവർ ഒരുമിച്ച് നടക്കില്ല, കാരണം അവർക്ക് വലിയ താല്പര്യമില്ല ഒരുമിച്ച് നടക്കാൻ. കുറച്ചു കാലം ഹണിമൂണും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ ഒക്കെ വേറെ നടക്കണ അധികം പേരും. അതിൽ പ്രത്യേകിച്ച് ലൈസൻസ് കിട്ടി വണ്ടി ഓടിക്കുന്നതും ലൈസൻസ് കിട്ടാതെ വണ്ടി ഓടിക്കുന്നതും വ്യത്യാസം ഉണ്ടല്ലോ. നമുക്ക് കട്ട് തിന്നുമ്പോൾ അതിന്റെ ഒരു സുഖം എത്രയായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ പിള്ളേരൊക്കെ ഇറങ്ങി ധൈര്യമായിട്ട് നടക്കാൻ തുടങ്ങി. ഇപ്പൊ പറയുന്ന ബോച്ചയാണ് ഫ്രീഡം തന്നെ, ബോച്ച ഇങ്ങനെയൊക്കെ പറഞ്ഞ് ധൈര്യം തന്നിട്ട് ഇപ്പൊ പാരന്റ്സ് വരെ ഞങ്ങളെ കുറേശ്ശെയൊക്കെ ഗേൾ ഫ്രണ്ട് എന്താണെന്നറിയാം. അപ്പൊ ഈ ക്രൈം കുറയും,
നമ്മളിത് കാണാതെ തൊടാതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ആക്രാന്തമാണ്. അതിന് സമയം ഫ്രീഡം ആയിട്ട് നടക്കുമ്പോൾ ഇതൊന്നും വലിയ സംഭവമായിട്ട് തോന്നില്ല നമുക്ക്. എൻ്റെ കാഴ്ചപ്പാട് അതാണ്. കുറെ പേര് സപ്പോർട്ട് ചെയ്യും, കുറെ പേര് അതിനെ എതിർക്കും. എതിർക്കുന്നവരൊക്കെ കാണാമറയത്താണ്. അത്ര ഞാൻ ഓപ്പണാണ്. ഇതൊരു തെറ്റല്ല, ഓപ്പണായിട്ട് പറയും. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലിരിക്കുന്നവരെ നമ്മൾ ഹേർട്ട് ചെയ്യല്ലേ. വീട്ടിലുള്ളവർക്ക് ഇതുപോലെ ഒരു മെന്റാലിറ്റി ഉണ്ടാവണം. അതായത് എന്ന് പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇതൊക്കെ സത്യമാണ് പറയുന്നത് എന്ന ബോധ്യം അവർക്ക് ഉണ്ടാവുക. പിന്നെ അത് ഇഷ്ടപ്പെടുന്നില്ല, ചവിട്ടും കുത്തൊക്കെ ഉണ്ടാവും. വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടാൾ കിട്ടും, അത് വാങ്ങുക, സ്വസ്ഥമായിട്ട് മിണ്ടാണ്ടിരിക്കുക, അപ്പൊ കുഴപ്പമില്ല. അത്രയൊക്കെ ഉള്ളു എന്നോർത്തിട്ട് നമ്മള് ഞാൻ ആരും പേടിച്ച് ജീവിക്കില്ല. നമ്മളൊരു ജീവിതം ധൈര്യമായിട്ട് ജീവിക്കുക എന്നതുകൊണ്ട് തെറ്റ് ചെയ്ത് ജീവിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നല്ല. നമ്മുടെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താൻ ആരും വരണ്ട. ഐ ഡോണ്ട് മൈൻഡ് എന്നുള്ളതാണ്. What I think, that's most important than what others think. That is my policy. ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ബോച്ചെ ഭയങ്കരമായിട്ട് പ്രകോപിപ്പിക്കാറുള്ളത്? എന്നെ കക്കാതെ കള്ളെന്ന് പറയുമ്പോഴാണ് ഏറ്റവും പ്രധാനം. എൻ്റെ ലൈഫിൽ ഞാൻ കളവ് നടത്തിയിട്ടില്ല. എൻ്റെ ഫാദറും അങ്ങനെയാണ്. ഒരിക്കലും കളവ് നടത്തരുത്, ഫ്രീ കിട്ടണമെന്നും വാങ്ങരുത് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ഒരു സാധനം ഫ്രീ കിട്ടിയാൽ വാങ്ങാറില്ല. ഇപ്പൊ എൻ്റെ ഒരു ആരാധിക ഒരു കാറ് കൊണ്ടുവന്നിട്ട് ഞാൻ വാങ്ങിയില്ല. അപ്പോൾ അതുപോലെ ഒന്നും വാങ്ങില്ല ഞാൻ. ചെറിയ ചെറിയ ചോക്ലേറ്റ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. കളവ് ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിൽ. അപ്പോൾ ചിലർ പറയുകയാണ് കളവ്. ഇതിപ്പോൾ അബ്ദുൾ റഹീമിന് ഞാൻ 1 കോടി ഇട്ടിട്ട് ഇത്രയും തെണ്ടി റോട്ടിൽ വെയിലത്ത് ഇറങ്ങി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴും പലരും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനുണ്ട്. അത് ബോച്ച നമ്മളാണ്, അങ്ങനെ പലതും നടക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ അവിടെ ഒരാൾ പറഞ്ഞു ഞാൻ കള്ളനാണ് എന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചു എന്തൊരു മനുഷ്യനാണ്. ഇത്ര നല്ല കാര്യം ചെയ്തിട്ടും അത് ആത്മാർത്ഥമായിട്ട് പരസ്യത്തിന് ഒന്നും വേണ്ടി ചെയ്തതല്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. ഈ യൂട്യൂബേഴ്സിന് ഏറ്റവും വലിയ ഹരം എന്ന് പറയുന്നത് ബോച്ച എന്തെങ്കിലും ഒരു ഡബിൾ മീനിങ് കിട്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, അതിന്റെ ഉത്തരങ്ങൾ കേൾക്കുക, അതിനെ പിന്നെ യൂട്യൂബിൽ ട്രെൻഡിങ് ആക്കുക എന്നുള്ളൊരു സാധനമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലേ ഇങ്ങനെയുള്ള മറുപടികളും തിരിച്ചു കൊടുക്കുന്നത്? അല്ല, അത് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നത് ഞാൻ പറയുന്നു. എനിക്ക് അത്ര ഫുൾ സീരിയസ് ആവാൻ ഓരോ മൂഡ് അനുസരിച്ചാണ്. ചിലപ്പോൾ വളരെ ഇന്നിപ്പോ ഒരു സെമിയാണ്, അല്ലെങ്കിൽ പടപടാന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനാണ്. പക്ഷെ അവരത് എടുത്തിടുന്നു, ചെയ്യുന്നു. അപ്പൊ വീണ്ടും നമുക്ക് പരസ്യം കിട്ടുകയാണ്. നമ്മളെ അനുകരിക്കുകയല്ലേ ഒരു നിലയ്ക്ക്. ട്രോളായാലും എന്തായാലും നമ്മൾ അനുകരിക്കുകയാണ്. അതുകൊണ്ട് ഇടയ്ക്ക് പുട്ടിന് തേങ്ങിയിടുന്ന പോലെ ചിലതിട്ടുകൊണ്ടിരിക്കും. പക്ഷെ അപ്പൊ നമ്മുടെ ഇമേജിനെ അതിനെ ടാർണിഷ് ചെയ്യല്ലേ? ഓ എന്താ ഞാൻ ഡബിൾ മീനിങ് പറയുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതല്ലേ ഇപ്പൊ പറയുന്നത്? ഡോണ്ട് മൈൻഡ്. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമ്മൾ ജനിച്ചു മരിക്കുക, ഒരു മരണം. ചിലവര് എന്നും പേടിച്ച് മരിക്കും, ദിവസേന പേടിച്ച് മരിക്കും. അപ്പൊ ഒരു മരണമേ ഉള്ളൂ, എന്നും പേടിച്ച് മരിക്കുക. എൻ്റെ കാലൻ ആരാന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് കാണുന്നവരെയൊക്കെ പേടിച്ചിട്ട് എൻ്റെ കാലനാന്ന് വെച്ച് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. സൃഷ്ടി ഉണ്ടെങ്കിൽ, സൃഷ്ടാവ് ഉണ്ടെങ്കിൽ എൻ്റെ സമയം എഴുതി വെച്ചിട്ടുണ്ടാവും. ഞാൻ ജനിക്കുമ്പോൾ കുട്ടിയാണോ പെണ്ണോ, മരണം എപ്പോൾ, ജനനത്തിനും മരണത്തിനിടയിൽ ആരെ കാണും, എപ്പോൾ, എന്തിനു വേണ്ടി, ഇതൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ റിസർച്ച്. എല്ലാം സംഭവമാമി യുഗേ യുഗേ. സംഭവിക്കാനുള്ളതൊക്കെ സമയത്ത് സംഭവിച്ചു കൊണ്ടേയിരിക്കും. അതിന് നമ്മൾ എന്നും പേടിച്ച് ചാവണോ? വെരി സിമ്പിൾ. വളരെ ഇറിറ്റേറ്റഡ് ആയ ഒരു ബോച്ച എങ്ങനെയായിരിക്കും? ഇറിറ്റേറ്റഡ് ആയ ബോച്ച ഇപ്പൊ ഇല്ല. അതൊരു 15-20 വർഷം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. അത് ആ സമയത്തായിരിക്കും. എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അപ്പൊ ആരെയും വഴക്ക് പറയാത്ത ഭയങ്കര സാത്വികനായ മനുഷ്യനാണെന്നാണ് ഉദ്ദേശിക്കുന്നത്? കഴിയാവുന്നത് അങ്ങനെയാണ്. ആരായിട്ടും ചൂടാവാറില്ല, പറയാറില്ല, ക്ഷമിക്കും. ഇപ്പൊ ഏറ്റവും വലിയ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണർ ഉണ്ടായിരുന്നു. പുള്ളി ഞാനുമായിട്ട് പിരിഞ്ഞു. കാരണം ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ വർഷത്തിലെ കടയിൽ പോവുള്ളൂ. കോർപ്പറേറ്റ് ഓഫീസിലിരുന്നിട്ടാണ് ഇതൊക്കെ നോക്കുക. പുള്ളിയുടെ ഫ്രണ്ട്സിനും കുടുംബക്കാർക്കൊക്കെ സ്വർണം കടം ഇങ്ങനെ എടുത്തു കൊടുക്കും. തിരിച്ചു തരാണ്ടാവുമ്പോൾ ചോദിക്കുമ്പോൾ കൈമലർത്തും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് നഷ്ടം വരുമല്ലോ. ഒരു രക്ഷയില്ലാണ്ടായപ്പോൾ ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. പിരിഞ്ഞു. എല്ലാം ഭാഗം വെച്ചു. 2 കൂട്ടർക്കുള്ള അവകാശങ്ങളൊക്കെ ആക്കി. ലാസ്റ്റ് പോണ നേരത്തെ അയാൾ ഒരു 35 ലക്ഷം കടം പറഞ്ഞു. അത് ഞാൻ പിന്നെ തരാമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ തീരട്ടെ എന്ന് വെച്ച് 35 ലക്ഷത്തിൻ്റെ ചെക്ക് എനിക്ക് തന്നു. ഞാനത് ഫയൽ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഞെട്ടിപ്പോയി. കോടതിയിൽ ഇയാൾ വാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബോച്ചെ എൻ്റെ വീട്ടിൽ വന്ന് രാത്രി വീട് കുത്തിപ്പൊളിച്ച് അകത്ത് കടന്ന് അലമാര പൊളിച്ച് ബ്ലാങ്ക് ചെക്ക് കട്ടെടുത്ത് കൊണ്ടുപോയി കള്ളൊപ്പിട്ട് 35 ലക്ഷത്തിന് ഉള്ള ചെക്കാണ് ഇത് കോടതി.
എവിടെ കിടക്കും? അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു വിധി വന്നപ്പോൾ 35 ലക്ഷം രൂപ വരെ 70 ലക്ഷം എനിക്ക് തരാൻ പറഞ്ഞു. 3 വർഷത്തെ തടവും ജയിൽ ശിക്ഷയാണ് പാർട്ട്ണർക്ക് കൊടുത്തത്. തീർച്ചയായിട്ടും കോടതിയോട് അത് ബഹുമാനം, സത്യസന്ധമായ വിധി, നമുക്ക് ആ സത്യം നേടിക്കിട്ടുന്ന ഒരു ഇത് ഭയങ്കര ഇതായി. കാരണം ഞാൻ ആരായി? കാരണം കോടതിയിൽ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കിട്ടിയതൊക്കെ ന്യൂസാക്കല്ലേ. ബോച്ചെ ചെക്ക് മോഷ്ടിച്ചു, സോഷ്യൽ മീഡിയ ആഘോഷിച്ചു. ഞാൻ എന്താ പറയുക, കേൾക്കുന്നവർക്ക് അറിയാം ബോച്ചെ വീട് പൊളിച്ച് ചെക്ക് എടുത്ത് കള്ളൊപ്പിട്ട് 35 ലക്ഷം കൊടുത്തു എന്ന് പറയുമ്പോൾ ബോച്ച തന്നെയാണെന്നില്ലല്ലോ, ആരെങ്കിലും പറഞ്ഞു വിട്ടതായിക്കൂടെ? അല്ല, അങ്ങനെയാണ്, അങ്ങനെയും പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞത്. അല്ലെ വഴിയിൽ കുത്തിന് പിടിച്ച് വാങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെങ്കിലും വിശ്വസിക്കാം. ഇതുപോലത്തെ കഥകളൊക്കെ ഉണ്ടാക്കി. അപ്പൊ ശരിക്കും സാധാരണ ഈ ചെക്കിനൊക്കെ വരുന്ന ആ പൈസ അതിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കുക. ഇത് ഡബിൾ വിധിയാണ് നമുക്ക് കിട്ടിയത്. അത്രയും വളരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഒരാളെ ചെയ്യുന്നതാണ്. എന്നിട്ടും ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാല്, എൻ്റെ വക്കീലിനോട് പറഞ്ഞത് എനിക്ക് ഡബിൾ ക്യാഷ് വേണ്ട, അർഹതപ്പെട്ടാണ് എനിക്ക്. കാരണം ഇത്രയും കാലത്തെ കഷ്ടപ്പാടും മാനഹാനിയൊക്കെയാണ്, കോടതി അത് കണക്കിലെടുത്ത് തന്നതാണ്. പക്ഷേ ബഹുമാനമുണ്ട്, എനിക്ക് എൻ്റെ 35 മതി, എനിക്ക് അല്ലാത്തത് എനിക്ക് വേണ്ട. എൻ്റെ ഫാദർ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഒരു പൈസ ഒരാളുടെ നിന്ന് വാങ്ങുന്നത് 100 കോടി കണ്ടാൽ അത് തുടരുത് മോനെ എന്ന്. നമുക്കുള്ളതല്ല, നമ്മളുടെ വിശർപ്പിൻ്റെ വയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ മണം ഉണ്ടാവണം നമ്മൾ കഴിക്കുന്നതിന് എന്നാണ്. അപ്പോൾ അത് ഞാൻ തിരിച്ചു കൊടുക്കാനും 3 വർഷത്തെ ശിക്ഷ ഒഴിവാക്കി കൊടുക്കാൻ മാർഗമുണ്ടോ എന്നാണ് നോക്കുന്നത്. ക്ഷമിക്കുക, സ്നേഹിക്കുക, അങ്ങനെ കുറച്ചെങ്കിലും സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക, കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്നുള്ള എൻ്റെ അർത്ഥത്തിലേക്ക് കയറി വരാൻ, ആ ഒരു ഇതിലേക്ക്, ലക്ഷ്യത്തിലേക്ക്, ആ ഒരു വാചകമല്ല പ്രവൃത്തിയിലൂടെ ആക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ശ്രമിക്കുക. ഒരു ബോച്ചെ സൗന്ദര്യ സംരക്ഷണം എന്താണെന്ന് വെച്ചാൽ എന്ത് പറയും? എൻ്റെ സൗന്ദര്യത്തിന്റെ കാരണം ഒരു മേക്കപ്പും ഇല്ല, മുടി ചീകില്ല. ഇതിങ്ങനെ ഒരു സാധനം വെച്ചിട്ട് മുടി ഇങ്ങനെ വെച്ചിട്ട് പറന്നു പോവാതിരിക്കാൻ വെക്കും. പൗഡർ ഇല്ല, ക്രീമില്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ ഹെയർ ഓയിൽ ഉപയോഗിക്കും. ആഴ്ചയിൽ 3 ദിവസം ഒന്നരാടം എണ്ണ ഇട്ടിട്ട് കുളിക്കും. പിന്നെ ചില ദിവസമൊക്കെ പല്ല് വെക്കും മറക്കാതെ. ബാക്കിയുള്ള ദിവസങ്ങളിലോ പിന്നെ ഡ്രസ് ഇടുക, മേക്കപ്പോ ഒന്നുമില്ല എനിക്ക്. വെരി സിമ്പിൾ. അതാണ് നമ്മുടെ ഹെൽത്ത് നോക്കും. ഭക്ഷണമൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. രാവിലെ ഒരു പഴം, ഒരു ഇഡ്ഡലി, ജ്യൂസ്, ഉച്ചക്ക് ഇത്ര റൈസ്. ഒരു മലയാളി മീൽസ് ഒക്കെ എനിക്ക് 3 നേരം കഴിച്ചാൽ ബാക്കിയാ. രാത്രി ഫുഡിൽ ഒരു സലാഡ്, എന്തെങ്കിലും 2 പാനീയം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. പാനീയം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ബോച്ചെ പാനീയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ബോച്ചെ പാനീയം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ബോച്ചെ ഭോജനം, ബോച്ചെ പാനീയം, അങ്ങനെയാണ് ഇപ്പൊ പറയുന്നത്. ബോബി ചെമ്മണ്ണൂർ എന്നുള്ള പേര് നമ്മൾ എവിടെ കണ്ടാലും കൂടുതൽ വിവാദം ഉണ്ടാവുമെന്ന് പറഞ്ഞാലും ആകെ നമുക്കൊരു സമാധാനം കിട്ടിയത് മറ്റേ മരുഭൂമിയിൽ മഴ പെയ്തതുപോലെ നമ്മൾ കണ്ടതായിരുന്നു അബ്ദുൾ റഹീമിന്റെ മോചനം എന്ന് പറയുന്നത്. അതിന്റെ അപ്ഡേറ്റ് വീഡിയോന്നുമില്ല. ആദ്യത്തെ ദിവസം ഞാൻ പിരിവിന് ഇറങ്ങിയപ്പോ തന്നെ മിസ്റ്റർ സാജൻ സ്കറിയ പറഞ്ഞു, ഭൂലോക തട്ടിപ്പാണ്, ഇദ്ദേഹം പിരിച്ചിട്ട് ഇതിൽ നിന്ന് അടിച്ചു മാറ്റും. ആദ്യത്തെ ദിവസം എത്ര കോടി പിരിച്ചു, എത്ര കോടി അടിച്ചു മാറ്റി എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ദിവസം കയറി പറഞ്ഞു. അത് ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. ആദ്യത്തെ ദിവസമായപ്പോൾ ആൾക്കാർക്ക് വ്രണമായി. നല്ലൊരു കാര്യത്തിന് ഇറങ്ങി 1ാമത്തെ ദിവസം തന്നെ കയറി നെഗറ്റീവ് അടിച്ചു. അപ്പൊ അദ്ദേഹത്തിന് എന്തായിരിക്കും ബോച്ചയോട് ഇത്രമാത്രം വൈരാഗ്യം എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? എന്നോട് വൈരാഗ്യമൊന്നും ഇല്ല. ഞാൻ മനസ്സിലാക്കിയത് പലരിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു മാസം ഏകദേശം 40 ലക്ഷം രൂപയോളം കിട്ടുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ വഴി. ബോച്ചെ, യൂസഫ് അലി, ഒരുപാട് ഫേമസ് വ്യക്തികളെ കുറിച്ചിട്ട് ഭയങ്കര ചങ്കുറ്റത്തിൽ കാര്യങ്ങൾ വിളിച്ചു പറയാം. ചിലതൊക്കെ ശരിയുണ്ട്, ചിലതൊന്നും ശരിയില്ലാത്തതുണ്ട്. അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ അതൊരു ഉപജീവന മാർഗമായിട്ടാണോ എന്നുള്ളൊരു സംശയമാണ് പലരും പറയുന്നത്. ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു വൈരാഗ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. പിന്നെ വിവാദം വരുമ്പോൾ എനിക്ക് പരസ്യം കിട്ടും. ആൾക്കാരെ ഏറ്റവും അധികം നോക്കുക വിവാദമാണ്. പുള്ളിക്കാണെങ്കിൽ ഉപജീവന മാർഗമായിട്ട് 10-40 ലക്ഷം രൂപ കിട്ടും. ആർക്കും നഷ്ടപ്പെടാനൊന്നുമില്ല. പിന്നെ ജനങ്ങൾക്ക് ഇപ്പൊ ഇത് കേട്ടിട്ട് ഇപ്പൊ മനസ്സിലായി തുടങ്ങി ഇത് സംഭവം ഇതാണെന്നും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതൊരു എന്റർടൈൻമെന്റ് ചാനലായിട്ട് എടുക്കാം. ബോച്ചയും സാജനൊക്കെ വരുമ്പോൾ അങ്ങനെ കണ്ടാൽ മതി എന്നുള്ള ഒരു രീതിയിലാണ് പലരും എന്നോട് പറയുന്നത്. ഈ അബ്ദുൾ റഹീമിന്റെ അപ്ഡേറ്റ് എന്താണ്? അദ്ദേഹം എന്നും നാട്ടിലെത്തും? അബ്ദുൾ റഹീം ഇപ്പോ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ മാസം എത്തും എന്നാ പറയുന്നത്. കാശൊക്കെ പിരിച്ച് അവിടെ എത്തിയിട്ടുണ്ട്.
നമ്മൾ അതിനുവേണ്ടി ഇത്രയും മുൻപന്തിൽ നിന്ന ആളല്ലേ, അപ്പൊ നമ്മൾ എന്തുകൊണ്ട് അദ്ദേഹം ഇവിടെ എത്തുന്ന വരെയുള്ള കറക്റ്റ് അപ്ഡേറ്റുകൾ ആളുകളെ അറിയിക്കാത്തത്? അതിന്റെ കറക്റ്റ് അപ്ഡേറ്റുകൾ എനിക്ക് പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. ഞാൻ പലപ്പോഴും വിളിക്കുമ്പോൾ ഇപ്പൊ ആവും എന്ന് പറയാണ്. പിന്നെ ഇത് സൗദിയിലുള്ള അതിന്റെ സംഘാടകരാണ് ഇതിന്റെ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഇത് അദ്ദേഹത്തിന്റെ തല വെട്ടുന്നത് ഒഴിവാക്കണം, അതിന് പിരിച്ചു കൊടുക്കണം. ഞാൻ 1 കോടി രൂപ കൊടുത്തു. ബാക്കി റോട്ടിലിറങ്ങി പാത്രം എടുത്ത് ഇറങ്ങി യാചിച്ചു, ജനങ്ങൾ തന്നു, നന്ദിയുണ്ട്. അങ്ങനെ മലയാളികൾ ലോകത്തിന് മാതൃകയായി. ഇത്രയും നല്ല വ്യക്തികളാണ് മലയാളികൾ. ഒരു ആവശ്യം വന്നാൽ ഒന്നിച്ചു നിൽക്കും. സംഭവം ചെളിവാരിയെറിയും, നമ്മൾ അത് ഇതും പാരവെപ്പൊക്കെ ഉണ്ടെങ്കിലും എല്ലാം വിട്ടിട്ട് ഒരു സഹോദരൻ്റെ തല ഇറക്കാൻ വേറൊരു രാജ്യത്ത് കൊടുക്കുന്ന ഒരു പ്രസ്റ്റീജ്, അതൊരു ഇതായിട്ട് എടുത്ത് ഒരുമിച്ച് നിന്നത് ലോകത്ത് ആദ്യമായിട്ടാണ് 34 കോടി പിരിച്ചൊരു സഹോദരനെ നാട്ടുകാർ രക്ഷിക്കുന്നത്. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം, അഭിമാനം മലയാളികളെ കുറിച്ചുണ്ട്. ലോകത്തിന് ഒരു സായിപ്പ് വിളിച്ച് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു. അവരുടെ ഓഫീസിൽ ഒരു മലയാളി ലേഡി ഉണ്ട്. അപ്പോൾ ഇതാണ് ബോച്ചെ, ഇയാൾ ബെഗറായിട്ട് നടക്കുന്ന കണ്ടില്ലേ. പിന്നെ കുറേ ആൾക്കാർ പൈസ ഇടുന്നതും സംഘടനകളും കാര്യം അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അയാൾ എന്നെ വിളിച്ചിട്ട് അപ്രിഷിയേറ്റ് ചെയ്തു. സപ്പോസ് ദിസ് ഇസ് ഇൻ അമേരിക്ക, ഈവൻ $34,000 വി കനോട്ട് കളക്ട്. $34,000 പോലും കിട്ടില്ല അമേരിക്കയിലാണെങ്കിൽ. കാരണം നോബഡി ഈസ് ബോതേഡ്. ആ ഒരു ഐക്യം മലയാളികളുടെ മനസ്സ് എന്തൊക്കെ പറഞ്ഞാലും, ഈ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇങ്ങനെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കുറെ വിവാദങ്ങളുടെ ആ ഒരു ഇമേജും കൂടെ ഉള്ളപ്പോൾ ഈ ഭീഷണികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? വധഭീഷണിയൊക്കെ ബോച്ചയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? വധഭീഷണി ഒന്നും എൻ്റെ കാര്യമില്ല. പിന്നെ ഞാൻ ഒരു 15-20 വർഷം മുമ്പ് ഈ വസ്ത്രമൊന്നുമല്ല ആയിരുന്നു, ജീൻസും അടിപൊളി ചുള്ളനൊക്കെ ആയിട്ട് ഇരുന്ന സമയത്താണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊരു 10-50 ഫൈറ്റുകൾ, സ്ട്രീറ്റ് ഫൈറ്റ് നടത്തി കാണും. വേറെ ഒന്നല്ല, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, വണ്ടി തട്ടി അങ്ങോട്ട് ആയി ഇങ്ങോട്ട് പറഞ്ഞു, അപ്പോഴൊക്കെ അപ്പപ്പോൾ കണക്ക് തീർക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അതുകൊണ്ട് കൊണ്ടും കൊടുത്തൊക്കെ ആയിട്ട്. പിന്നെ ഐ വാസ് എ ഫൈറ്റർ, കുംഫു ഫൈറ്റർ, കരാട്ടെ ഫൈറ്റർ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടൊന്നിനും പോയില്ല, ഇങ്ങോട്ട് വന്നാൽ അപ്പോൾ കണക്ക് തീർത്ത് കൊടുക്കുന്ന. അപ്പോൾ ആ കാലത്തൊക്കെ പല ഭീഷണിയുണ്ട്, ഇങ്ങനെയാക്കും അങ്ങനെയാക്കും എന്ന് പറയും. അതിനുശേഷം ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ അതിനുശേഷം മാറി, ഡ്രസ്സ് മാറി, മൈൻഡ് മാറി, ക്ഷമ, സ്നേഹം, സ്നേഹിക്കപ്പെടുക, ഇതൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. സ്നേഹം കിട്ടുക, സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ചെയ്തതൊക്കെ എന്തോരം പൊട്ടത്തരായിരുന്നു, എന്തോരം ആരോഗ്യം, പൈസയും സമയം വെറുതെ കളഞ്ഞു. ഈ സിനിമാ മോഡലിലൊക്കെ ഈ ഓരോ സിനിമയൊക്കെ കാണില്ലേ, അപ്പോൾ അതിലെ നായകനെ പോലെ നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ അന്നൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കുറച്ച് പേര് വന്ന് സഹായം ചോദിക്കുക, ഞങ്ങളെ ഉപദ്രവിക്കുന്നു. അപ്പോൾ വണ്ടി എടുക്കുക, 2 വണ്ടിയായിട്ട് പോവുക, അവിടെ പോയി തീർപ്പാക്കുക. എൻ്റെ സമയം കാശും കളഞ്ഞിട്ടാണ് പോണത്, അല്ലാണ്ട് കാശ് വാങ്ങി കൊട്ടേഷനൊന്നുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നല്ലതിന് വേണ്ടി ചെയ്തെങ്കിലും, അതൊരു ഹീറോ മോഡലൊക്കെ ചെയ്തെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊക്കെ വേസ്റ്റാണ്, ഇതൊക്കെ വെറുതെ പുലിവാലുകളാണെന്ന് മനസ്സിലായി. അതൊക്കെ അങ്ങനെ ഒരു മാനസാന്തരം ഉണ്ടാവാൻ കാര്യം എന്താ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി വന്നിട്ട്, ഒരു തെറ്റില്ലാത്തൊരു മസിൽമാൻ വന്നിട്ട് ഈ ഫ്രണ്ടിൻ്റെ മോന്തേമ ഒരെണ്ണം കൊടുത്തു. അത് കൊടുത്ത വഴിക്ക് ഞാൻ കയറി ഇങ്ങനെ പിടിച്ചു. ഈ വന്ന ആളെ എനിക്ക് അറിയില്ല, ആരാന്ന് പോലെ ആദ്യമായിട്ട് കാണുക. അപ്പോൾ 2 പേരിങ്ങനെ ശക്തമായി പിടിച്ചപ്പോൾ അയാൾക്ക് എൻ്റെ ഫ്രണ്ടിനെ തല്ലാൻ പറ്റുന്നില്ല. വീണ്ടും ദേഷ്യം വന്നപ്പോൾ എൻ്റെ മുഖത്ത് ഒരെണ്ണം തന്നു. അത് കഴിഞ്ഞപ്പോൾ ഇനി അടിക്കരുതെന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിർത്തി. ഞാൻ ഒരെണ്ണം കൂടെ കിട്ടി. അപ്പോൾ ബൈബിളിൽ പറയുന്നത് ഒരു മുഖത്തടിച്ചാൽ മറ്റു മുഖം കാണിച്ചു കൊടുക്കാനാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഉമ്മ വെക്കണോ എന്ത് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ലേ ബൈബിളിൽ. അതുവരെ ഞാൻ അനുസരിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ ഒരു എനിക്ക് എപ്പോഴും കാലോണ്ട ഫൈറ്റ്, ഒരു റൗണ്ട് കിക്ക് അടിച്ചു. കഷ്ടകാലത്തിന് ഇത് ഇവിടെ കൊണ്ടേ സ്പൈനൽ. അപ്പം തന്നെ അയാൾ വീണു. പിന്നെ ബെഡ് റിഡനായി ഒരുപാട് വർഷങ്ങൾ കിടന്നു. അപ്പോൾ ഞാൻ അറിയാത്ത, വൈരാഗ്യമില്ലാത്ത ഒരാൾ, ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് നിൽക്കുമ്പോൾ അടിക്കുമ്പോൾ നമ്മളൊന്ന് കയറി തടഞ്ഞതാണ്. 10-20 വർഷം കഴിഞ്ഞ് കാണും. അപ്പോൾ അവിടെ അയാളുടെ ഒരു ലൈഫ് അങ്ങനെ ഒരു ഇതിലേക്ക് ആയിപ്പോയല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര മാനസാന്തരമാണ്. ഈ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആത്യന്തികമായ ലാഭം ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞ കേൾക്കാറുണ്ട്. അതിലെന്തെങ്കിലും ബോച്ചയുടെ കാര്യത്തിൽ സത്യമുണ്ടോ? എൻ്റെ കാര്യത്തിൽ ഞാനൊരു 10-25-30 വർഷം മുമ്പ് ചാരിറ്റി ചെയ്യാൻ തുടങ്ങി. ആ കാലത്ത് കാര്യമായിട്ട് ആരും ചാരിറ്റിയിലില്ല, വളരെ വിരലും എണ്ണുന്നവരാണ്. പിന്നെ ഞാനത് ചെയ്യാൻ തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ ഇതൊരു കോമ്പറ്റീഷനായി. എനിക്ക് തോന്നി നന്നായി അത്, കാരണം എല്ലാവരും ചാരിറ്റി ചെയ്യാണ്, വാദിച്ച് ചെയ്യാണ് ഇപ്പോൾ.
ബോച്ചെ ടീ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കുന്നതിന്റെ പുറകിലുണ്ടായിരുന്ന ഒരു ചേതോ വികാരം എന്താ? എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു 1000 ഏക്കറയുടെ ഒരു വലിയ പ്രോപ്പർട്ടിയിൽ ഒരു 1000 കോട്ടേജ്, പിന്നെ എൻ്റർടൈൻമെൻറ്റ്, കൃഷി, മഡ് ഹൗസ്, വുഡ് ഹൗസ്, ബാംബൂ ഹൗസ്, ഒരു 1000 പശുക്കൾ, പാല്, ഐസ്ക്രീം, അങ്ങനെ തുടങ്ങി ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്നതും ലോകത്തുനിന്ന് എവിടെ നിന്ന് ആൾക്കാർ വന്നാലും താമസിക്കാവുന്നതും എന്നാൽ അത്യാവശ്യം കച്ചവടം ചെയ്ത് കാശ് കിട്ടാവുന്നതുമായ ഒരു ബ്യൂട്ടിഫുൾ പ്രോജക്റ്റ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ എസ്റ്റേറ്റ് മാത്രമായിട്ട് കൊണ്ടു നടന്ന നഷ്ടത്തിലാണ്. എല്ലാവർക്കും അറിയാം, നമ്മൾ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നതൊക്കെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ടീ ഇങ്ങനെ എടുത്തിട്ട് എല്ലാവരും ഓപ്ഷൻ ചെയ്യാണ് പോവുക, ഓപ്ഷന് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ലാഭമില്ല. അപ്പോൾ നല്ലൊരു ബ്രാൻഡ് ഉണ്ട്, പിന്നെ അത്യാവശ്യം ബ്രാൻഡ് സെയിൽസും മാർക്കറ്റിംഗ് അറിയുന്ന ഒരു പുലിക്കുട്ടിയാണ്. അപ്പോൾ ഇത് പാക്കറ്റിലാക്കി എന്തുകൊണ്ട് വിറ്റുകൂടാ എന്നുള്ളൊരു ഐഡിയ തോന്നി. അങ്ങനെയാണ് നമ്മൾ ഇത് ടീ പാക്കറ്റായിട്ട് ഇറങ്ങാൻ കാരണം. ഇനി എന്താണ് ഒരു ഭാവി, ഒരു വലിയ വേറൊരു ഗോളുണ്ടോ ഈ റിസോർട്ടും ജ്വല്ലറിയും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ? സ്പേസിലേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. ഇപ്പൊ എല്ലാവരും പോവാൻ തയ്യാറെടുത്ത് തുടങ്ങി. കുറച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെന്ന് കേൾക്കണം. ഒരു 5 വർഷം കഴിഞ്ഞാൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കണക്കനുസരിച്ച് ഇടിമിന്നലിൽ നിന്ന് പവർ ശേഖരിക്കാൻ പറ്റും, ഒരു ഡിവൈസ് വരും. ഇപ്പൊ ഫോണൊക്കെ ഉപയോഗിക്കുന്നില്ലേ, എത്ര കാലം മുമ്പ് ഇതാവായിരുന്നു ഈ ഒരു തീപ്പെട്ടി വെച്ചിട്ട്, ഇപ്പോഴല്ലേ കണ്ടുപിടിച്ചേ. അപ്പൊ ഈ കാണുന്ന അന്തരീക്ഷത്തിൽ എന്തെല്ലാം പവറുകൾ നമ്മുടെ മുമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതൊരു ഡിവൈസിലാക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് ഒക്കെ ഇപ്പോൾ 1000 കിലോമീറ്റർ പോകണം, 1 lakh കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകും. അപ്പൊ ചന്ദ്രനിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പെട്ടെന്ന് വരാൻ പറ്റും. ഊട്ടി പോണ പോലെ ചൊവ്വയിൽ പോവാം, അങ്ങനെയൊക്കെ ആയിട്ട് പോവാം. ആ രീതിയിലേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഇവിടെ ആയിട്ടുള്ള നമ്മുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതാക്കുക എന്നുള്ളത്. വളരെ ക്രിയേറ്റീവ് ആണല്ലേ? ആ ക്രിയേറ്റീവ് ആണ്. കുറച്ച് ജന്മം കൊണ്ടൊക്കെ കുറച്ച് ഇൻബോൺ ടാലന്റ് ഉണ്ട്, നല്ലത് കണ്ട് പഠിക്കുന്നുണ്ട് നമ്മള്. അങ്ങനെയൊക്കെ ആയിട്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഏതായാലും ആ വിശ്വാസങ്ങളിലൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ, എല്ലാം ഗംഭീരമാകട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ബോച്ചെ. അപ്പൊ നമുക്ക് വീണ്ടും സന്ധിക്കും വരെ വണക്കം. India's #1 language academy, Needus Academy. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം.